അല്ല ഒരു കാര്യം ചോദിക്കണം, ആരാ ചേട്ടനും എനിക്ക് പറയുന്നവരുണ്ട്, കസിൻസ് ആന്ന് പറയുന്നത്, ഇനി മാരീഡ് ആവോ? ഇത് വളരെ ചെറിയൊരു ഗെയിമാണ്. ഞാൻ എങ്ങനെ പറയും, എറണാകുളത്ത് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് പറ്റൂല. എന്താ മറ്റേതാണ് കൊണ്ടുവന്നില്ല. പലരെയും ഫേക്ക് ആയിരുന്നു. അശ്വതി അച്ചു കൊറേ റീചാർജ് കൊടുത്തു. ചിലപ്പോ മുമ്പിൽ തന്നെ ഉണ്ടാവൂലേ? ഞാനല്ല, നമുക്ക് കാണാൻ സ്ഥലത്തോട് ആയിരിക്കും പേടി. നമ്മുടെ നിഴലില് നമ്മൾ കാണുന്നുണ്ട് പല സമയത്ത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ തന്നെ കാണുമ്പോ നമ്മൾ പേടിക്കും. കണ്ണാടി നോക്കുമ്പോ. ഡബിൾ മീനിങ് കോമഡി ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. നല്ലൊരു കോണ്ടന്റ് നോർമൽ ആയിട്ട് കൊടുത്താൽ പോലും ആർക്കത് വേണ്ട. അതിൽ നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലവർ കൊളത്തും. ഫസ്റ്റ് നമ്മൾ ഇട്ടപ്പോ തന്നെ 3 മില്യൺ അടിച്ചു വിത്തിൻ 1 ഡേ. 80+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മൈൻഡിൽ കയറി വരുന്നത് ഈ സെക്സ് റിലേറ്റഡ് കോണ്ടന്റ് ആയിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇൻസ്റ്റാഗ്രാം 18+ എബോവ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പിള്ളേർ യൂസ് ചെയ്താൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, പാരന്റ്സിന്റെ മിസ്റ്റേക്ക് ആണ്. ചിലപ്പോ ചില വീടുകളിലൊക്കെ താമസിക്കുമ്പോ ആരെങ്കിലും പേടിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? രാത്രി 1 മണിക്ക് എവിടെ? ഞങ്ങൾ മുമ്പ് താമസിച്ചൊരു നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം നമ്മുടെ കൂടെ 2 അതിഥിയുണ്ട്. ഈ അതിഥികൾ ആരാന്നറിയാമോ? കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ കൂടി നമുക്ക് സുപരിചിതരായിട്ടുള്ള 2 പേരാണ്. നമ്മുടെ സ്വന്തം കൂടെ ടോക്സ്. വെൽക്കം ടു യുവർ ഷോ. എന്തായാലും കുറെ റീൽസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ ആയിട്ട് കാണാനുണ്ട്. നിങ്ങൾ നേരിട്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല, ഭയങ്കര തിരക്കായിട്ട് ഇതെവിടെ സമയം കിട്ടുന്ന ഇത്ര അധികം ഈ റീൽ ചെയ്യാനൊക്കെ? ആരാണ് ഇതിന്റെ പുറകില് തല വർക്ക് ചെയ്യുന്ന? ആരുടെയാണ് കൂടുതൽ തല ഇവന്റെയാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ചില സമയത്ത് മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. കൂടുതലും ടോപ്പിക് ഞാൻ കൊടുക്കും, അത് ഇവനെ ഇങ്ങനെ ആക്കുന്നു. അങ്ങനെ ടോപ്പിക് നമ്മൾ രണ്ടുപേരും റെഫർ ചെയ്തിട്ട് ഇരുന്നിട്ടാവും സെറ്റ് ചെയ്യാം. എവിടെയൊക്കെ ഒരു സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ ഇടപെടും. അങ്ങനെ പിന്നെ റിലേഷൻഷിപ്പിന്റെ മറ്റേ ടോക്സിസിറ്റി ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടിരിക്കും. ബാക്കി ഹൊറർ ആ ടൈപ്പ് കൂടുതലും ഇവന്റെ സൈഡിൽ നിന്നായിരിക്കും. ഡാർക്ക് സൈഡ് കൂടുതൽ ഇങ്ങോട്ടാണ് വരേണ്ടത്. അല്ലല്ല, എന്റെ മൈൻഡിൽ വരുന്ന ഡാർക്കാണ്. കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എല്ലാവരും നോർമൽ ടൈപ്പ് കോമഡി റീൽസ് ലവ് അങ്ങനത്തെ ഒരു ടൈപ്പല്ലേ പോകുന്നത്. അപ്പൊ നമ്മളുടെ സൈഡ് നമ്മൾ മാക്സിമം വെറൈറ്റി കൊണ്ടുവരിക. സ്റ്റാർട്ടിങ് കോമഡി ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ട്, റിലേഷൻഷിപ്പിന് ചെയ്യാൻ പല സെക്ഷൻ ഉണ്ട്. ഇതുപോലെ നമുക്കൊരു എൻട്രി കിട്ടിയാൽ നമുക്ക് ഇതിനിടയിൽ കൂടെ കയറാൻ പറ്റും. എനിക്കൊരു സപ്പോർട്ടും കൂടുതൽ ഒരു ഡാർക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് സാധനമാണ് വ്യൂസും എല്ലാം. ഓഫ് കോഴ്സ് ഡബിൾ മീനിങ് നമ്മൾ ഒരിക്കലും ഡബിൾ മീനിങ് കോമഡി ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ കാര്യം നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. മുമ്പ് അങ്ങനെയായിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു നല്ലൊരു കോണ്ടന്റ് നോർമൽ ആയിട്ട് കൊടുത്താൽ പോലും ആർക്കത് വേണ്ട. അതിൽ നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലവർ കൊളത്തും. അതിപ്പോ എങ്ങനെ നോക്കിയാലും നെഗറ്റീവിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താ, എല്ലാവരും നെഗറ്റീവിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് കണ്ട സ്ക്രോൾ ചെയ്യുന്ന ആളെ സ്റ്റോപ്പ് ചെയ്തത് കാണും. കാരണം നെഗറ്റീവ് ആണ് എല്ലാവർക്കും വേണ്ടത്, പോസിറ്റീവ് ആർക്കും വേണ്ട. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മള് ചില സ്ഥലത്തുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയൊക്കെ കൊടുന്നു തുടങ്ങിയത് അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോണ്ടന്റ് കാണിക്കാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി പോയി. വേറെ വ്യത്യസ്തമായ തീമുകളൊക്കെ വർക്ക് ചെയ്ത് നോക്കിയോ? കോമഡിയും ഇതെല്ലാം പക്ഷെ ഇതിനാണ് വ്യൂസ് കൂടുതൽ. ഹൊററിനും പിന്നെ ഭയങ്കര ഡാർക്കിനും മാത്രമേ യൂസ് ഉള്ളൂ. അതൊരു ചെറിയൊരു നെഗറ്റീവ് ഡ്രോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
അതിപ്പോ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നോ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുള്ളൂ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ കമന്റ്സ് നോക്കിയിട്ടല്ല ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഭയങ്കര ഷെയറിംഗ് ഒക്കെ വരുന്നത് ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്യുമ്പോഴാണ്? ഐ തിങ്ക് ഹൊറർ ആണോ? ഹൊറർ ഹൊററിനാണ് സപ്പോർട്ട് കൂടുതൽ. ഹൊററിനൊരു വ്യത്യസ്തതയുണ്ട്. ഓരോ സീരീസ് നമുക്ക് ഇങ്ങനെ കാണുന്ന ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 3-4 പേര് കൂടി ഒന്നും ചെയ്തിട്ടില്ലേ? അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനതൊക്കെ വെയിറ്റ് ചെയ്യാം. എന്തായാലും കൊള്ളാം. ഇത് എത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് 1 year ആവുന്നു. അല്ല, ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആരാ സോഷ്യൽ മീഡിയയിൽ പോയാലും നിങ്ങളോട് ചോദിക്കുന്നതും എല്ലാവർക്കും അറിയേണ്ടതും ഇതാണ്, നിങ്ങൾ ശരിക്കും ആരാ? ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. അതെ, ഇതില് ചേട്ടനും അനിയത്തിയെന്ന് പറയുന്നവരുണ്ട്, കസിൻസ് ആണെന്ന് പറയുന്നത്, മാരീഡാന്ന് പറയുന്നുണ്ട്. ഇനി മാരീഡ് ആവോ? ഇല്ല, ഫ്രണ്ട്സ് നമ്മുടെ നിറം സിനിമയിലെ ഫ്രണ്ട്സിനെ പോലെ ക്ലൈമാക്സിൽ നിങ്ങൾ ഓക്കെ. എന്തായാലും നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ എല്ലാവരും ഹാപ്പി അല്ലേ? സപ്പോർട്ടാണ്, ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. അതാണ് ഇത്രയും നല്ല മോഡേൺ എന്താ പറയാ ചിന്താഗതിയുള്ള പാരന്റ്സിന് കിട്ടിയ എങ്ങനെയാണ്, ഇതാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഇത് സ്റ്റാർട്ട് ചെയ്തതും എങ്ങനെയാണ് സ്റ്റോറി എന്ന് പറയാമോ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 3rd year ആണ് പഠിക്കുന്നത്. കൊച്ചിൻ കോളേജ്. അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു പേരിനെ സെലക്ട് ചെയ്യുമല്ലോ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്? ആരെയാണ് സെലക്ട് ചെയ്തത്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു എന്തേലും തുടങ്ങാം, വീഡിയോസ് എന്തെങ്കിലും ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം എന്തെങ്കിലും തുടങ്ങാന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞോ കഫേ, എല്ലാവരും എനിക്ക് ക്ലോത്തിങ് സ്റ്റോർ ആയിരുന്നു. ഇനി ഞാൻ മാത്രം ഉള്ളത് തുടങ്ങാനായിട്ട്, ബാക്കി എല്ലാരും തുടങ്ങി ക്ലോത്തിങ് സ്റ്റോറോ. വീഡിയോ തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ച് ഈ പബ്ലിക്കിൽ ഇറങ്ങി ചലഞ്ച് ചെയ്യാം എന്നുള്ള രീതിക്ക് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് അത് പറ്റില്ല. നമ്മള് പല സ്ഥലത്തും മേ ബി സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എപ്പോഴൊക്കെ വരും. ഞാൻ വിചാരിച്ചു നമുക്ക് കോണ്ടന്റ് തുടങ്ങാം, കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാം. പക്ഷെ എല്ലാരും ചെയ്യുന്നതല്ല, എല്ലാരും ചെയ്യുന്നതിൽ എല്ലാരും ചെയ്യുന്ന ഒരു സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേറെ സെക്ഷന്റെ അടുത്ത് കാണണം. അപ്പൊ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അങ്ങനെ എടുത്ത് കാണണം. അങ്ങനെ എന്റെ പേര് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയതാണ് കൂടെട്ടോ. അങ്ങനെ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പൊക്കെ പോഡ്കാസ്റ്റ് അല്ല, ഒരു ടോപ്പിക് എടുക്കും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതിനെ കുറിച്ച്. ജസ്റ്റ് ആദ്യം അങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം എന്നുള്ള രീതിക്ക്. പിന്നെ ഗസ്റ്റ് ഒക്കെ വരാൻ പറ്റത്തില്ല, ആദ്യം സംസാരിക്കും. അപ്പൊ ആ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഒരു ഇൻട്രോ കൊടുക്കണം. അങ്ങനെയാണ് കോണ്ടന്റ് പ്ലാൻ ചെയ്തത്. കോണ്ടന്റ് വൈറലായി. ഫസ്റ്റ് നമ്മൾ ഇട്ടപ്പോ തന്നെ 3 million അടിച്ചു വിത്തിൻ 1 day. അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്കെ. പോഡ്കാസ്റ്റിന്റെ ചെറിയ ക്ലിപ്പ് മാത്രം 100K 50K 20K. ആദ്യം ചർച്ച ചെയ്തതിനെ കുറിച്ചാണ്. ഏത് പോഡ്കാസ്റ്റ് ആയിരുന്നു? അല്ല, ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ടോപ്പിക്കാ സ്നേക് ഫ്രണ്ട്സ്. നമ്മുടെ ചുറ്റുമുള്ള പാമ്പുകൾ ഫ്രണ്ട്സ് ആയിട്ട് പാമ്പായി മാറുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. ആ ടോപ്പിക്കിനെ കുറിച്ചാ നല്ലൊരു ടോപ്പിക്കാണ് സീരിയസ്ലി. അവിടെയാണ് തുടങ്ങിയത്. പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ് 3rd person in relationship. അപ്പൊ അതിനൊരു അതായത് നമ്മള് അല്ലല്ല, ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ട്. ഇവൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അവള് ഇവളെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കും. ഇവൻ വേണ്ട, ഒരു ഫ്രണ്ട് ഉണ്ടോ? അവളെ കുറിച്ചൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ച പോഡ്കാസ്റ്റ്. അപ്പൊ ജസ്റ്റ് അതിന് വേണ്ടി ഒരു ഇൻട്രോ ഇട്ടതാണ്. അത് നോക്കിയപ്പോ 3.5 million. അങ്ങനെ അതിന് 3 million എബോവ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പോഡ്കാസ്റ്റ് നാളെ വെച്ചിട്ട് ഇതിലോട്ട് മൂന്നാമത്തെ ടോപ്പിക് എന്തായിരുന്നു? കാരണം നിങ്ങളുടെ ടോപ്പിക്കുകളൊക്കെ അടിപൊളി. മൂന്നാമത്തെ ടോപ്പിക് ഞാന് പൈസ കടം കൊടുത്തിട്ട് നഷ്ടപ്പെടുന്ന
അതൊക്കെയാണ് ഞങ്ങളുടെ ടോപ്പിക്. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും കണക്ട് ആവും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൈസ കടം കൊടുക്കും, അവന് കൂട്ടുകാരൻ രീതിക്ക് കൊടുക്കും. അപ്പോ ലാസ്റ്റ് ആ പൈസ കാരണം തന്നെ നമ്മളുടെ ബന്ധം പോകും. എന്ന് വെച്ചാൽ തിരിച്ചു ചോദിക്കുമ്പോ നമ്മൾ അവന്റെ അടുത്ത് കടം മേടിക്കുന്ന പോലെയാവും. അപ്പൊ അങ്ങനെ കണ്ട് സംസാരവും ആ പൈസ ഒന്നില്ലെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല. പക്ഷെ ആ ബന്ധം അവിടെ പോകും. ഞാൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സിന് കടം കൊടുക്കരുത്. ആ റിലേഷൻ ഇഷ്ടം പോലെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും, ആർക്കും ഇല്ലാത്ത. അതെ, അങ്ങനെയാണ് മൂന്നാമത്തെ ടോപ്പിക് വരുന്നത്. അങ്ങനെ ഇതിന് ഇൻട്രോ ഒക്കെ തുടങ്ങിയപ്പോ പോഡ്കാസ്റ്റ് ഒന്ന് സൈഡാക്കി വെച്ച് ഇതിലോട്ടൊന്ന് ഫോക്കസ് ആയി. ഇനി ഇതേപോലത്തെ ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര രസമായിട്ട് ഇത് ഫുള്ള് പോഡ്കാസ്റ്റിന് 3 ടോപ്പിക്സാ. പിന്നെ ബാക്കിയൊക്കെ കോണ്ടന്റ് ആയിട്ട് പോയി റിലേഷൻഷിപ്പ്. ബാംഗ്ലൂർ ട്രെൻഡിങ്. ഫസ്റ്റ്ലി ഞങ്ങൾ ട്രെൻഡ് ആക്കിയത് ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ കേട്ടറിവോ എന്തെങ്കിലും ഉണ്ടോ? കേട്ടറിവുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മള് കേൾക്കുന്നത് എല്ലാം എന്താണ് ബാംഗ്ലൂർ ബേസ് അനുഭവമില്ല, കേട്ടറിവ് ഇഷ്ടം പോലെ ഉണ്ട്. ബാംഗ്ലൂർ ബേസ് പിന്നെ ഡ്രഗ്സ് എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ കേട്ടൊക്കെ സത്യമാണോ? സത്യമായിരിക്കാം, പലതും സത്യമാണ്. അല്ല, നമ്മൾ കേൾക്കുന്ന എല്ലാം സത്യമാണെന്നില്ലല്ലോ, പലതും സത്യമായിരിക്കാം, അല്ലാത്തതും ഉണ്ടാവാം. അത് വെച്ചിട്ട് നമ്മള് പക്ഷെ നിങ്ങൾ ചെയ്തേക്കുന്ന സാധനം നല്ലൊരു അവയർനെസ് ആണ്. ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് പാരന്റ്സിന് അതൊരു പക്ഷെ അത് തുടങ്ങി വന്നപ്പോൾ ഓഡിയൻസ് എടുത്ത രീതി അതായിരുന്നില്ല. നല്ല രീതിക്ക് നെഗറ്റീവ് ആയിരുന്നു. എല്ലാ പെൺപിള്ളേരും അങ്ങനെയാണോ? പെൺപിള്ളേരെല്ലാരും ബാംഗ്ലൂര് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാരും ഇല്ല, കുറച്ച് ആൾക്കാരെ മാത്രം. പിന്നെ കാര്യം മനസ്സിലായി. സ്റ്റാർട്ടിംഗ് ജഡ്ജ് ചെയ്തു, അവസാനം സ്റ്റോറി വൈസ് ഓക്കെയാണ്. അതാണ് പാട്ട് അടുത്ത് വരുമ്പോഴാണ് അതൊരു ചിന്തകളി എല്ലാത്തിലും അങ്ങനെ. അതാണ് നമ്മൾ കാര്യം അറിയാതെ ആരും ചീത്ത വിളിക്കരുത്. നമ്മൾ തന്നെ മാറ്റി പറഞ്ഞു അവസാനം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ 18+ കണ്ടന്റുകളാണ് നമ്മുടെ കൂടുതൽ പോകുന്നത്. ഈ 18+ കണ്ടന്റുകൾ പോകുമ്പോ സപ്പോർട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇല്ല, സപ്പോർട്ട് കൂടുതലാണെന്നാണോ? അല്ല, നമുക്കറിയാം 18+ കോണ്ടന്റ്സിന് എപ്പോഴും കുറച്ച് സപ്പോർട്ട് കുറവായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും, പക്ഷെ സപ്പോർട്ട് കുറവായിരിക്കും എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 80+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മൈൻഡിൽ കയറി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്സ് റിലേറ്റഡ് കോണ്ടന്റ് എന്നായിരിക്കാം. പക്ഷെ ഒരിക്കലും 18+ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഇപ്പം ഞാൻ സിനിമ സലാർ എന്ന് പറഞ്ഞ സിനിമ എയർ റേറ്റഡ് ആണ്, 18+ ആണെന്ന് പറഞ്ഞാൽ ആ സിനിമ അങ്ങനെയാണോ? അല്ല, ആ സിനിമ ഡാർക്ക് സൈഡിലോട്ട് കൊണ്ടുപോകുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ കണ്ടാൽ മതി, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 18+ എന്ന് പറയുന്നത്. ഈ പലരും ചിന്ത 18+ എന്നുള്ളത് എന്താ പറഞ്ഞാൽ അവർ മെമ്മറിൽ അങ്ങനെ സ്റ്റോറി വെച്ചേക്കുക, 18+ ഇതാണ്, 18+ ഇതാണ് മാത്രം സ്റ്റോറി വെച്ചേക്കുക. ഒരു വെട്ടുകുത്ത് നടന്നാലും 18+ ആണ്. നമ്മൾ ചെറിയ പിള്ളേരെ കൊണ്ട് കാണിച്ചു കൊടുക്കുമോ? ഒരു 16-15 വയസ്സുള്ള അവിടെ ഒരാൾ കുത്തിക്കൊന്നു, 18 വയസ്സുള്ളവർക്ക് മനക്കെട്ടി കാണുള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധം കാണുള്ളൂ, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ 18+ കൊണ്ടെന്ന് പറയുമ്പോൾ അതാണ്. അല്ലാതെ നമ്മളിപ്പോ ഡബിൾ മീനിങ് കോണ്ടന്റോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെ ബേസ് ചെയ്ത് മാത്രം ഡബിൾ മീനിങ് കോമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാം 18+ ഇങ്ങനത്തെ രീതിക്കുള്ള 18+ ആണെന്ന്. 18+ പല കാറ്റഗറി ഉണ്ട്, അത് പലർക്കും അറിയില്ലല്ലോ, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. കാണുന്നവര് നോക്കി കണ്ടാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാം 18+ എബോവ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, പിള്ളേർ യൂസ് ചെയ്താൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, പാരന്റ്സിന്റെ മിസ്റ്റേക്ക് ആണ്. എന്തായാലും നമ്മൾ എല്ലാ സൈഡും നോക്കി, കോമഡിയെ നോക്കി, ഫാമിലിയെ നോക്കി, എല്ലാം കഴിഞ്ഞ അവസാനം ഒരു 18+ വന്നപ്പോഴത്തേക്കും നമുക്ക് റീച്ചും ഇതെല്ലാം കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ റീച്ചിന്റെ പുറകെയാണ് നമ്മൾ എല്ലാവരും പോകുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകും. അങ്ങനെ പോയി 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 ഇവിടെ എത്തി നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾ സിനിമ നോക്കാതെ? സിനിമ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ബിഗ് ബോസ് നോക്കുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങി പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രഞ്ജിനി ഹരിദാസിന് ഇഷ്ടമായിരുന്നു. ജാസ്മിൻ. രണ്ട് ടോണാണല്ലോ. എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും അതിന്റെ തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇപ്പൊ നമ്മള് ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രതികരണം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുവരെ ഡയറക്റ്റ് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്. ഇല്ല, ആരെയും നമ്മൾ പോയിന്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, ജസ്റ്റ് നമുക്ക് എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എല്ലാരും മെന്റലി ഡൗൺ ആക്കുന്ന ഇഷ്ടംപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലില്ലേ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ ഇവരൊക്കെ റിയാക്ട് ചെയ്തും അവരെ തെറി വിളിച്ചും ചീത്ത വിളിച്ചും ഇഷ്ടംപോലെ ആൾക്കാരെ മെന്റലിയും ഒക്കെ സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട്. നമ്മൾ അതേപോലെ ആരും തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ പോയിന്റ് ഓഫ് വ്യൂ ചെയ്തിട്ട്
ചെയ്യാനൊന്നും പോയിട്ടില്ല, ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ മൈൻഡിൽ വരുന്ന കോണ്ടന്റ് അത് അങ്ങനെ രീതിക്ക് എടുത്ത് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അന്ന് നമുക്കൊരു ഗെയിമിലേക്ക് വരാം. ഓക്കെ, ഇത് വളരെ ചെറിയൊരു ഗെയിമാണ്. നമ്മൾ ആ ഗെയിമിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലൊരു ചെറിയൊരു കപ്പ് ഇരിപ്പുണ്ട്. അതിനകത്ത് കുറച്ച് സിനിമാ പേരുണ്ട്. ആ പേരെടുക്കുക, വായിക്കുക, അഭിനയിച്ച് കാണിക്കുക ആ പടം ഏതാണ്. ഓക്കെ, ഫസ്റ്റ് ആരാ എടുക്കുന്നത്? എന്ത് വലിയ പേരും തോന്നുന്നത് ഞാൻ സീരിയസ്ലി എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ സിനിമ കണ്ടിട്ടില്ല. കാണേണ്ട ആവശ്യമില്ല. ആ പേര് ഓർമ്മയില്ലേ? ആ പേര് അഭിനയിച്ചെടുക്കുക, ആ പേപ്പർ കിട്ടേക്ക്. ഓക്കെ, അല്ല എന്റെ കൈ വെച്ചോട്ടെ, എനിക്ക് ഇടയ്ക്കെങ്ങാനും ഓക്കെ അല്ലേ? ഏറ്റവും പോയിന്റ് പറയുന്ന ആൾക്ക് 5 അടിയുണ്ട്. 5 അടി ചൂരലിന്. അത് ഇഷ്ടമുള്ളത്. 1 മിനിറ്റ് ആണ് ടൈം. എനിക്കാണോ പറഞ്ഞത്? പറയുന്നത് വാ തുറക്കരുത്. താലി, കല്യാണം, കല്യാണം, താലി. ഒരു മിനിറ്റ്, പറയുന്നത് ക്ലിയർ ആയി സംഭവിക്കണമെങ്കിൽ ഒരു അടിയൊക്കെ കൊടുത്തു. താലി 2 വാക്കുണ്ട്. ആദ്യത്തെ താലി, രണ്ടാമത്തെ വാക്ക് താലി, താലികെട്ട്, രണ്ടാമത്തെ ഓക്കെ. 10, 12 താലി കേട്ടാ. 10 എത്ര 7 17 12 12 കഴിഞ്ഞാലാ 12 എന്താണെന്നാ 1 2 3 എണ്ണല് 12. എനിക്ക് മനസ്സിലായി. ഞാൻ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അതായിരിക്കാം. ഒരു ക്ലൂ വേണേ കൊടുക്കാം. ഞാൻ കണ്ടിട്ടുണ്ടാ? കണ്ടല്ല. നദി, മീൻ, ചെമ്മീനാ. ഇനി രണ്ടാമത്തെ കൂടി ആലോചിക്കാൻ ഉത്തരം കിട്ടും. താലികെട്ട്, മീൻ, 12 മീൻ, താലികെട്ട്. മീൻ താലികെട്ട്. മീന് താലികെട്ട്. താലികെട്ട് മീൻ. ഓക്കെ, മീനത്തിൽ താലികെട്ട്. പണ്ടത്തെ സിനിമയാ, കണ്ടിട്ടില്ല. മീനം. നീ മേടിച്ചോ. എനിക്ക് എന്നെ കുറിച്ച് അറിയാന് സൂപ്പർ. ഞാൻ കണ്ടു ചെറുതായിട്ട്. ഇല്ല പറഞ്ഞില്ല, ഞാൻ പറയില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു. കുറച്ച് വലുതാണ് തോന്നുന്നു. എന്തോ എന്നാണ് ഫസ്റ്റ്. 5 ഓട്ട മത്സരം. 5 മാല പറിച്ചിട്ട് ഓടി. കള്ളൻ. 5 കള്ളൻ. 6 തമ്പുരാനോ? അല്ല, 5ാമത്തെ കള്ളൻ. 5 കള്ളൻ. ഭൂതം. എന്ത്? കൊച്ചു ഭക്ഷണം കഴിക്കും. ഭൂതം. 5 ഭൂതം. 5 കള്ളം ഭൂതനാ? എന്താ പറയണ? പോക്കാനെ തന്നെ വേറെ പറയുന്നതോ? 5 പോക്കാനാ? 5 മാല പറിച്ചു. കള്ളൻ.
5 കള്ളൻ പോക്കാൻ. 5 കള്ളൻ പോക്കാനോ? പറയൂല, പറഞ്ഞോളൂ. പറയട്ടെ, 5 കള്ള കൊക്കാൻ. എന്താ 5 കള്ള കൊക്കാൻ? എന്താ സാധനം? സിനിമയാണ്. സിനിമ 2 പയ്യന്മാരുള്ള കിടിലം. ഇതൊക്കെ എപ്പോ ഇറങ്ങി? ആരും പറഞ്ഞു കൊടുക്കില്ല. അത് ഞാനാ വെച്ചേ. അതാ അത് പറയട്ടെ. നിങ്ങൾ പോളിമർ എടുക്കണമെന്നല്ല, അടിയൊക്കെ പിക്ക് ചെയ്യണം. ഇത് ഞാൻ എങ്ങനെ പറയും? എന്താ എറണാകുളത്ത് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഒരു നേരം പാലരോട്ടാ പറഞ്ഞോ ഒന്നും നോക്കാനില്ല. സിമ്പിളാണ്. എന്താണ് എറണാകുളത്ത് ഒരു ബിയേർഡ് ബിയേർഡായിട്ടുള്ള കൊടുക്കാതെ ക്ലൂ കൊടുത്തോ, ഏതായാലും കൊടുത്തോ. സന്ധ്യ 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 തട്ടിയിട്ട് കുണ്ടന്നൂരാ? കുണ്ടന്നൂരാണോ? കുണ്ടന്നൂർ, കോഹിന്നൂർ, കുണ്ടന്നൂർ. അതന്നെടാ ഫസ്റ്റ് വേർഡ്. കുണ്ടന്നൂർ ഇല്ല സുല്ലട്ട്. വേറെ ക്ലൂ ഉണ്ടോ? വേറെ വാക്കിന് ഇത് തന്നെയാണോ ഏറ്റവും വലിയ ക്ലൂ? പുതിയ പടോ? അതെ, ഉദ്ദേശിച്ചാണെങ്കിൽ ആണോ? പുതിയ പടാണോ? പറയട്ടെ. കുണ്ടന്നൂരിലെ എന്താണ് കുൽസിത ലഹള. ഞാൻ എങ്ങനെ പറയാനാ? അടി നിർത്തോ? അടി നിർക്കാം. കുണ്ടന്നൂര് ഞാൻ എങ്ങനെ കുണ്ടന്നൂർ പറയാൻ അടി. സിമ്പിളാണോ? ഞാൻ കണ്ടിട്ടുണ്ടോ? അറിയില്ല, ചാൻസ് കുറവാണ്, കൂടുതലാണ്. പക്ഷെ കാണാത്തവരായ ആൾക്കാർ. പണ്ടത്തെ ആണോ ഇപ്പോഴത്തെ ആണോ? മീഡിയം. ഓക്കെ ഓക്കെ. ദൈവം 10 10 19 18 18-ാം പടി. അയ്യപ്പൻ. ഒരു മിനിറ്റ്. മറ്റേ ഉണ്ണിമോഹൻ അഭിനയിച്ച സിനിമയാണോ? ആണോ? പടത്തിന്റെ പേരാണ് നീ പറഞ്ഞത്. അയ്യപ്പൻ. അയ്യപ്പനും കോശി. അയ്യപ്പനും കോശി. ഓക്കെ 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 ഓക്കെ. ഇത് പണ്ടത്തെ. നമ്മൾ ഇഷ്ടം, ബ്രേക്കപ്പ്, പ്രണയ നൈരാശ്യം, ബ്രേക്കപ്പിൻ്റെ ഇഷ്ടം, വേറെ റോളിൽ പോയി, അവിഹിതം, വേറെ വാക്ക്, ചതി, വഞ്ചന, ചതി, ചതിക്കാതെ ചന്തു. കഴിഞ്ഞു ലാസ്റ്റ്. ഇത് പറ്റൂല. എന്താ മറ്റേതാണോ? കുണ്ടന്നൂരില് 2 വേർഡ്സ് ഉണ്ട്. ഓക്കെ ഫൈൻ. ഫസ്റ്റിലെ വേർഡ്, സെക്കൻഡിലെ വേർഡ് നീ, ഞാൻ, നീ, ബേ, പ്രഗ്നന്റ്, നീ, സംസാരിക്കുക, ബേബി, ഇരട്ടക്കുട്ടികൾ. രണ്ടാമത്തെ വേർഡാണ് ഇരട്ടക്കുഞ്ഞ്. കുട്ടിയില്ലേ? ഇരട്ടക്കുട്ടിയുടെ വേറൊരു വേർഡ് ട്വിൻസ്.
ഇരട്ടക്കുട്ടി ഉണ്ട്. ഓക്കെ ഫൈൻ. രണ്ടാമത്തെയാണ് ഇരട്ടക്കുട്ടി. ബേബി, കുഞ്ഞ്, കുട്ടി, തൊട്ടിൽ. 2 വേർഡ്സ് ഉണ്ട്. ഫൈൻ. ആ കുട്ടി, 2 കുട്ടികളുണ്ട്. ഓക്കെ. നടനാരാ? 2 കുട്ടി. കുട്ടീനെ എന്താ പറയണെന്നോ? ആൺകുട്ടി, പെൺകുട്ടി, ഇത് രണ്ടുമല്ലേ? കുട്ടീനെ എടുത്തോണ്ട് കുട്ടി ഒരാളുണ്ട് കുട്ടിയായിട്ട്, അപ്പുറത്ത് വേറൊരാളും കൂടി ഉണ്ട് കുട്ടിയായിട്ട്. ഇവർ രണ്ടാളും ഇല്ല, ഇവർ രണ്ടാളും തമ്മിൽ കല്യാണം കഴിച്ചവര്. ബിഗ് ബ്രദർ. ഒരു കുട്ടിയുണ്ട്, 2 കുട്ടിയുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, അതെന്താണെന്നാണ് ഞാൻ കണ്ടുപിടിക്കണ്ടേ. സ്നേഹം അല്ല, ഇവർ തമ്മിൽ എന്താ? 2 എന്താ പറയണേന്നാണോ? നീ അനിറ്റ് ഇങ്ങനെ ഒട്ടിയിട്ട്. മലയാളമാണോ തമിഴാണോ? ഇല്ലേ, ഒട്ടിയിട്ടുള്ള കുട്ടികളാണ്. തമിഴാണോ മലയാളമാണോ? മലയാളമാണോ? അല്ല, ആണ്. മലയാളത്തിൽ ഇരട്ടക്കുട്ടി ചെയ്ത സിനിമ ഇതിനപ്പുറം എനിക്ക് അപേക്ഷിച്ച് അറിയാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. 2 കൺട്രീസോ? അതിലുണ്ട്. അല്ല, സോറി. ചിക്കു വേണ്ട, ചിക്കു. ഉപയോഗിക്കാറുന്നില്ലേ സയാമിസ് ഇരട്ടകൾ? സീരിയസ്ലി ഞാൻ കേട്ടിട്ടില്ല. ഇരട്ടകളൊക്കെ ഇല്ല. കണ്ടിട്ടുണ്ടോ ചിക്കു? നോണ പറയണ്ട. നീ ആരും നടി നടൻ പറ. അറിയില്ല, നിങ്ങളല്ലേ ജഡ്ജ് പറയണം. താങ്കളാണ് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ തെറ്റിച്ചു ഇവിടെ ചൂരല് 5 അടി കൊടുത്തേക്ക്. വീട്ടിൽ പോയിട്ട് എക്സ്പ്രഷൻ പാടില്ല, ബേസിൽ ചിരിച്ചോണ്ടിരിക്കണം. 5 പാവം കുട്ടി മെല്ലെ തല്ലി. കൈയുള്ള വടി പോലെ മാറ്റിക്കും. ചിക്കു വെച്ച് നിങ്ങളെ ഐക്യു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇനി വേറെ വരുന്നുണ്ട് തരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്രിയേഷനിലേക്ക് വരാം. നിങ്ങള് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അല്ല എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെയാണ്? കൂടുതലും മൗണ്ടൻ ഏരിയസ് ആയിരിക്കും. അങ്ങനെയൊക്കെ തന്നെ വലുതായിട്ട്. നിങ്ങളുടെ നിക് നെയിംസ് ഒക്കെ പറഞ്ഞേ. ചിക്കു, അച്ചു. ശരിക്കും ചന്ദ്രസൂര്യ, അക്ഷയ. ഇതാണ് ശരിക്കും പേര്. നിങ്ങളുടെ പേര് ആൾക്കാര് പേരറിയില്ല, നിങ്ങളുടെ എന്റെ പിന്നെ അറിയും ഇവന്റെ. കാരണം ഒന്നാമത് വലിയ പേരാണ്, ആർക്കും ഓർമ്മ ഉണ്ടാവൂല. എന്റെ പിന്നെ ചിലർക്കെങ്കിലും അറിയാം. അല്ലെങ്കിൽ ചിലർക്ക് രണ്ടുപേരും പേര് അറിയില്ല. 1-2 പേര്, അത് ഏറ്റവും കുറവാ. 2 പേരാണ് പേര്. ചില പുരാണ തെലുങ്ക് കന്നഡ സിനിമയ്ക്ക് കിടാൻ പറ്റിയ പേര് ചന്ദ്രസൂര്യ അല്ലേ? സീരിയലൊക്കെ എന്റെ പേരുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഗൂഗിൾ മറ്റേ ഇതിലൊക്കെ നോക്കിയിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ. അതിലൊന്നും ആരുമില്ല. ചന്ദ്രൻ ആദ്യം വരാറില്ലെന്നോ? നോക്കിയിട്ട് എവിടെയും കിട്ടിയില്ല. എവിടെയും കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് കാണുന്നവർ തന്നെ ആരെങ്കിലും അതെ, എന്റെ ചിക്കു ഒരു സമയത്ത് വയറിലായിരുന്നല്ലോ അച്ചു. പലരെയും ഫേക്ക് ആയിരുന്നു.
അങ്ങനെ ഫേക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഒരുപാട് കൊറേ റീചാർജ് ചെയ്ത് കൊടുത്ത് ചിലപ്പോ മുമ്പിൽ തന്നെ ഉണ്ടാവില്ലേ? പലരും ഉണ്ടാവും. ഞാനല്ല, എനിക്കറിയാം ഒരുപാട് പേര് മനസ്സിലാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളത് ആർക്കാ? എന്തിനോടാണ്? എന്തിനോടെങ്കിലും അങ്ങനെ പറ. ഇപ്പൊ ചിക്കുന് എന്തിനോടാ കൂടുതൽ പേടി? എനിക്കാണെങ്കിൽ കൂടുതൽ ഹൊറർ. ചിക്കുന് എന്തിനാ പേടി ചോദിക്കുമ്പോ അച്ചുവിലേക്ക് എനിക്ക് കൂടുതലും പേടി എന്ന് പറയണത് അച്ചുവിന്. എനിക്ക് പലയിടത്തും നമ്മള് എന്താ പറയാ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ചില സമയത്തൊരു പേടി ഒറ്റയ്ക്കായി പോകും. ഒറ്റയ്ക്കിരിക്കുമ്പോ ഒറ്റല്ല, മൊത്തത്തിൽ നമ്മളൊരു 100 പേരെ ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ മാത്രം ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോട്ട് വരുമ്പോൾ പേടി വരും. ഫംഗ്ഷനിലൊക്കെ പോകുമ്പോ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഞാൻ ഇരിക്കാം, ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഇരിക്കാം, അപ്പൊ ജസ്റ്റ് നമ്മളെല്ലാരും കൂടെ ഒന്ന് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പേടി സാധ്യതകള്. ഇപ്പൊ നമ്മൾ 100 പേര് ബസ്സിൽ പോകും, നീ റോട്ടിലിറങ്ങി, നീ ഒറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഫാമിലി ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ആരും ഇല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നിട്ടില്ലല്ലോ. ഇല്ല, വന്നാൽ അതെനിക്കൊരു പേടിയായിരിക്കാം. അതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ഒരു പേടിയുണ്ട്. എങ്ങനെയാലും ഒറ്റപ്പെട്ടു പോയാൽ ഈ പ്രേതത്തിന് മാത്രം കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ പേടിക്കണം? എന്നാലും കാണാത്തൊരു സാധനത്തിന് എങ്ങനെ പേടിക്കണം എനിക്ക് അറിയില്ല. അത് കൊത്തിയ നമ്മൾ മരിക്കും. ഇരുട്ടിനോട് സത്യം പറയട്ടെ, നമ്മളെല്ലാവരും കാണുന്ന സാധനത്തിനോടാണ് പേടി. ശരിക്കും ആലോചിച്ച് നോക്കിയേ അല്ലേ? നമ്മൾക്ക് കാണാത്ത സാധനത്തിനോടായിരിക്കും പേടി. നമ്മുടെ നിഴലില് നമ്മൾ കാണുന്നുണ്ട് പല സമയത്ത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മൾ പേടിക്കും. കണ്ണാടി നോക്കുമ്പോ ഞാൻ പറയട്ടെ, നിനക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ ഇരിക്കുക, അവിടെ കണ്ണാടി ഉണ്ടെന്ന് അറിയില്ല, പെട്ടെന്ന് നടന്നു പോകുമ്പോ കണ്ണാടി അവിടെ നിന്ന് പേടിക്കണേ. അത് നമ്മൾ കാണാതെ എന്തോ കണ്ടുകൊണ്ടല്ലേ പേടിക്കണേ അല്ലേ? കൺഫ്യൂഷൻ കാണാൻ നമ്മളെ തന്നെയല്ലേ? അതാ പറഞ്ഞേ, അവിടെ എന്തിനും പേടിച്ചേ? പേടിക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു എന്താണ് അത് നമ്മൾ അറിയാണ്ട് പേടിച്ചല്ലേ പറഞ്ഞു. എന്തിനാ അറിയാണ്ട് പേടിച്ചേ? ഇതിപ്പോ പേടിച്ചില്ലോ പറഞ്ഞല്ലോ. ഇവിടെ പ്രശ്നമല്ലോ, ഇവിടെ ചിക്ക് പേടിച്ചല്ലേ എന്നുള്ളതാണ്. അച്ചു പേടിച്ച എന്ത് കണ്ടിട്ട് കൺവിൻസ് ആയില്ല ഞാൻ പറഞ്ഞത്. പറ, ഉത്തരം പറ. പേടിച്ച അവസാനം ഉത്തരം ഇവിടെയാണ്. എന്തിന്റെ ചോദ്യം? എന്തിനോടാ പേടിയുള്ളത്? പ്രേതം. അതില് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളത് ഈ പ്രേതത്തിന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ ഈ കേട്ട് ഇവനൊക്കെ ഇറക്കുന്ന റീലൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെ കണ്ട ആരും പേടിക്കാണ്ടിരിക്കാനാ. വേറെ ആരെങ്കിലും പ്രേതത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആര് പേടിപ്പിച്ചു തന്നെ? എന്നെ പേടിപ്പിച്ചിട്ടില്ല. അമ്മ, നിന്റെ അമ്മ, എന്റെ അമ്മ ഈ പണ്ടുള്ള കഥകളെല്ലാം പറഞ്ഞിരുന്ന്. അമ്മയ്ക്ക് പ്രേതമായിട്ട് കമ്പനി ഉണ്ടോ? ഇല്ല, അനുഭവങ്ങളിലേക്ക് അനുഭവം നോക്കി എന്തായാലും ഇവിടെ ഈ ആളുണ്ട് ഇപ്പൊ പ്രേതമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ കോൺഫറൻസിലാണ്. പ്രേതത്തിനെ പേടി. അപ്പൊ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? ലേറ്റ് കിടന്ന കുഴപ്പമില്ല. ലേറ്റ് ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല, ഓഫ് ആയി മാത്രമേ പേടിയുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ ലേറ്റ് ഇട്ട് ഉറങ്ങും. ഇല്ല, എനിക്കില്ലെങ്കിൽ ആരെങ്കിലും എന്റെ പെറ്റോ ആരെങ്കിലും എനിക്ക് ഒരാള് വേണം. അത് മനുഷ്യൻ തന്നെ ആണെന്നൊന്നുമില്ല, ഡോഗ് ആണെങ്കിലും മതി. അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും ഓക്കെയാണ്. ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് എപ്പോഴെങ്കിലും ഞെട്ടിയ ഒരു സമയമുണ്ടോ? മീൻസ് നെട്ട് എന്തിനാ വെച്ചിരിക്കും നമ്മൾ? നെട്ട് കുറേ കാര്യത്തിൽ നെട്ടും, ഉറക്കത്തിൽ നെട്ടും, പേടിക്കും. നമ്മൾ സ്വപ്നത്തിൽ വല്ലതും ഇങ്ങനെ പ്രേത സ്വപ്നം അങ്ങനെ വല്ലതും കാണുകയാണെങ്കിലും റിയൽ ലൈഫിൽ പെട്ടെന്ന് നെട്ടി എണീച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒരു ദിവസം നിങ്ങൾ ഈ ചിലപ്പോ ചില വീടുകളിലൊക്കെ താമസിക്കുമ്പോ ആരെങ്കിലും ചെറുക്കന്മാര് വന്നിട്ട് പേടിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? എവിടെ? ഞങ്ങൾ മുമ്പ് താമസിച്ചൊരു റൂമിൽ. അത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താ സംഭവം. രാത്രി ഒരു കറക്റ്റ് 2 മണി 1 മണിയൊക്കെ ആകുമ്പോൾ വാതില് മുട്ടും, ജനലിലോ നമ്മുടെ പിള്ളേര് ഡോഗ്സ് പിള്ളേര് കിടന്ന് കുരയ്ക്കും.
അപ്പോഴേക്കും ഗേറ്റ് തുറക്കുന്ന സൗണ്ടും കേൾക്കാം. മുട്ടിട്ട് ആള് പോകും. ആള് പോവും, ആള് നിക്കത്തില്ല, മുട്ടും ഓടും. അങ്ങനെ ഒരു ടൈപ്പ്. ഫുഡ് ഡെലിവറി വരുന്നവരോ അവരൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും മുട്ടിട്ട് ഓടുന്നതാ. അല്ല അവർ പിന്നീട് വരുന്നതായിരിക്കാലോ. ആ അങ്ങനെ ഉള്ളവര് മേ ബി നോക്കിട്ട്. ഇപ്പൊ ഇവള് മാത്രം ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ റൂമിലോട്ട് വരാലോ. തിങ്ക് ചെയ്യില്ലേ, ഈ കുട്ടി മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. അറിയില്ല. ഇനി ക്രിയേറ്റർ ആണെന്ന് അറിഞ്ഞ് വേണം വെച്ച് കാണിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഡിസ്റ്റർബ് കൂടുതൽ നമ്മുടെ ഫുഡ് ഡെലിവറി വരുന്നവരൊക്കെ കൂടുതൽ വീഡിയോസ് കാണുന്നവരാ. അതിൽ ആരെങ്കിലും ഒരാളായിരിക്കാം, പറയാൻ പറ്റില്ല. അറിയില്ല. ഞാൻ വാങ്ങുന്നത് ഞാനായിരിക്കും കൂടുതൽ. അങ്ങനെ അപ്പൊ ഞാൻ മാത്രമാണോ ആയിരിക്കാം. വന്നിട്ട് മുട്ടുന്നവരുണ്ട്. എല്ലാവരും അല്ല, ഒരു അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. നമുക്ക് അല്ല സംശയിക്കാൻ അവർ മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. വേറെ ആരും നമുക്ക് നമ്മളോട് താമസിക്കുന്ന അറിയത്തില്ല. അവരല്ലാതെ പറയാൻ പറ്റില്ല. ഈ പല പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, പല പല അസുഖങ്ങളുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും അങ്ങനത്തെ ആൾക്കാരില്ല. ഇല്ല, അങ്ങനെ ആണ്. അവിടെ ആര് ആകെ പുറത്തുനിന്ന് വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ലേ വരുന്നുള്ളൂ. ഓ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കുന്നവരെയാണല്ലോ. ശരി ശരി. ഓക്കെ, എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ആരായാലും ഒരു ദിവസം CCTV ഒക്കെ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തേക്കല്ല. കൈയോടെ അകത്തും പുറത്തൊക്കെ മാത്രമല്ല 3-4 നമ്മുടെ പട്ടിക്കുട്ടന്മാരും അകത്തുണ്ട്. വിവരം അറിയും. ഈ ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. വീട്ടില് എത്ര എണ്ണം ഉണ്ട് ഇപ്പൊ? 2 ഓക്കെ ഓക്കെ. ആ നമ്മളൊരെണ്ണം ഈ അടുത്ത് നമ്മളെ വിട്ടു പോയായിരുന്നു. പബ്ലിക്കൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഞാൻ പറയാൻ വന്നിരുന്നു. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പേടി നമ്മുടെ പെറ്റ്സ് നമ്മളെ വിട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. ഭയങ്കര അതാണ് ഏറ്റവും കൂടുതൽ പേടി. പെറ്റ്സ് അവര് നമ്മളിൽ നിന്ന് ഡിയറ്റച്ച്ഡ് ആയി പോകുന്നു എന്നുള്ള തോട്ട് വന്നാലേ പേടി. അതാണ് ഏറ്റവും പെറ്റ് ലവേഴ്സ് ഒരിക്കലും സ്വന്തമായിട്ട് പെറ്റ് വാങ്ങരുത്. പോവാ ബെഡ്ഷോപ്പിൽ പോയി കൊഞ്ചിക്കുക വരിക. അല്ലാണ്ട് വാങ്ങി കഴിഞ്ഞാൽ നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെറ്റിനെ കാണുമ്പോൾ കൊഞ്ചിക്കുക, അതൊക്കെ ഓക്കെയാണ്. സ്വന്തമായിട്ട് സീരിയസ്ലി വാങ്ങരുത്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം.